ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/9/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രോഹിണിയാണ് നക്ഷത്രം. രോഹിണി 3-ാം പാദം. കന്നി ലഗ്നം. ലഗ്നത്തിൽ ബുധൻ. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ശനി. 5 ശൂന്യം. 6-ൽ രാഹു. 7-ൽ കുജൻ. 8 ശൂന്യം. 9-ൽ ഭാഗ്യസ്ഥാനത്ത് ഗജകേസരി യോഗത്തോടു കൂടി ചന്ദ്രൻ, ഗുരു. 10 ശൂന്യം. 11-ൽ ശുക്രൻ. 12-ൽ സൂര്യൻ, ഗുളികൻ, കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം എന്നെ വിളിച്ചത് ഇദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഡിവോഴ്സാണത്. അതാണ് ഇതിലെ പ്രധാന കാര്യമെന്ന് പറയുന്നത്. ലഗ്നാൽ 7-ൽ വിവാഹ സ്ഥാനത്ത് ചൊവ്വ. ചൊവ്വാദോഷം എന്നൊക്കെ ആളുകൾ പൊതുവെ പറയുകയും അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാറുള്ള ഒരു തിയറിയാണത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിവാഹ കാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 11-ൽ അത് വർഗോത്തമ ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ടും അതുപോലെ തന്നെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊപ്പം നല്ല യോഗബലം കൊടുത്ത് നിൽക്കുന്നു. പക്ഷേ അവിടെ 7-ൽ കുജൻ എന്ന് പറയുന്ന ഒരവസ്ഥ ചില ആളുകൾക്കത് വളരെ നെഗറ്റീവായി ഭവിക്കാറുണ്ട്. ഇത് ആ കൂട്ടത്തിലാണ്. അതിനേക്കാൾ ഉപരി വിവാഹം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്നതിലുപരിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ലഗ്നം എടുക്കുന്ന സമയത്ത് കന്നി ലഗ്നം, ലഗ്നത്തിൽ ബുധൻ, ഭദ്രായോഗം. തീർച്ച, സംശയമൊന്നുമില്ല. ലഗ്നത്തിൽ കന്നിയിൽ ഉച്ചത്തിൽ ബുധൻ ഭദ്രയോഗം തന്നെയാണ്. മറ്റ് ഗ്രഹങ്ങളും ഒന്നും അതിലില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ഗുളികൻ നിൽക്കുന്ന രാശി 12, കേതുവിനും സൂര്യനുമൊപ്പം നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കും ലഗ്നത്തിൽ നിൽക്കുന്ന ഭദ്രായോഗകാരകനായി നിൽക്കുന്ന ബുധനിലേക്കുമാണ്. മോശമാണ്, അല്ലെങ്കിൽ വളരെ മോശമാണ്. അത്തരം ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയ്ക്കൊക്കെ അല്പം കാലതാമസം അല്ലെങ്കിൽ തടസ്സം അല്ലെങ്കിൽ ശക്തമായ തടസ്സം, ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. കാര്യം ലഗ്നത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം, ജോലി, ഉയർച്ച, വിവാഹം, സന്താനഭാഗ്യം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ഒരു തടസ്സമോ തർക്കമോ അല്ലെങ്കിൽ കാലതാമസമോ അല്ലെങ്കിൽ വലിയ തടസ്സമോ ഒക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട ഉയർച്ച എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 12-ലെ ഗുളികൻ ലഗ്നത്തിലേക്ക്, അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ശുക്രനിലേക്കും അതേ ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. 2-ലേക്കും 12-ലേക്കും. അപ്പോൾ 7-ലെ കുജൻ. ഇത് 3ഉം കൂടെ ചേരുമ്പോൾ അതൊരു വിവാഹ വിമോചനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് അറിയാതെ അങ്ങ് പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ വിവാഹം നടത്തിയ പീരീഡ് എന്ന് പറയുന്നതും അത്ര ബെറ്റർ ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് വെച്ച്. ഈ 3-4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹനിലക്കാരൻ വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന, ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്നത് ഒരു വലിയ കോട്ടം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശനിയുടെ അവസ്ഥ. ലഗ്നാൽ 4-ൽ ശനി. ലഗ്നാൽ 4-ൽ ശനി അത്ര എളുപ്പം ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന അല്പം കഠിനപരമായിട്ടുള്ള അവസ്ഥകളെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. ലഗ്നാൽ 4-ലെ ശനി അല്പം ടഫാണ്. അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. പ്രത്യേകിച്ചും വീട് സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ലോൺ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അത്തരമുള്ള എന്തെങ്കിലും സർക്കാർ ഇടപെടൽ മൂലമോ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ
പ്രത്യേകിച്ചും വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, ലോണുകളൊക്കെ വീട് പണി അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ലോണൊക്കെ ബാങ്കുകളിൽ നിന്ന് എടുക്കുകയും പിന്നീട് അത് EMI ഒന്നും കറക്റ്റായി മന്ത്ലി ബേസിൽ അടയ്ക്കാൻ പറ്റാതെ വരികയും അത് കുടിശ്ശികയാവുകയും പിന്നീട് അത് ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരികയും ജപ്തി, കോടതി, തർക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നില്ലേ. അത്തരക്കാരിൽ ഏറിയ പങ്കുമുള്ളത് 4-ൽ ശനി എന്ന് പറയുന്ന ഒരവസ്ഥ പല ആളുകൾക്കും അത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 6ലാണ് രാഹു. 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ കൂടെ ഒന്ന് കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടി 1, 2, 3, 4, 5, 6 വിവാഹകാരകനായ ഗ്രഹത്തിലേക്ക് ശുക്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി 6, അതുപോലെ തന്നെ 7, അതുപോലെ തന്നെ 9, അതുപോലെ തന്നെ 12. ഇത്രയും രാശികളിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതായത് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്ന രാശി 6, 9, അതുപോലെ തന്നെ 12. ഇതിൽ ഈ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹസ കല്യാണം തന്നെയാണ്. കാര്യം അത്തരക്കാർ വിവാഹം എന്ന് പറയുന്നൊരു പ്രോസസ്സ് എങ്ങനെയൊക്കെ സമീപിച്ചാൽ തന്നെയും ഈ പറയുന്ന തർക്കങ്ങൾ, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. പക്ഷേ അത് 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ്. അത് ചന്ദ്രനോടൊപ്പം ഗജകേസരി യോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ പറയുന്ന അതിൻ്റെ യാതൊരു ഗുണഫലവും അതിലെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ചന്ദ്രദശയിലായിരുന്നു. രോഹിണിയാണല്ലോ, ചന്ദ്രദശയിലായിരുന്നു ജനനം. 88 സെപ്റ്റംബർ തൊട്ട് 93 ഓഗസ്റ്റ് വരെ ചന്ദ്രദശ. അതിനുശേഷം 7 കൊല്ലം കുജദശ 2000. അതിനുശേഷം 18 കൊല്ലം രാഹുദശ, 6ലെ രാഹു. അതിനുശേഷം വ്യാഴദശ. വ്യാഴദശ എന്ന് പറയുമ്പോൾ 24/8/2018 തൊട്ട് 24/8/2034 വരെയുള്ള കാലഘട്ടമാണ് വ്യാഴദശ. ഇപ്പോഴത്തെ നടപ്പ് ദശയും അതുതന്നെ. അതിനുശേഷമാണ് ശനി. 2034 ഓഗസ്റ്റ് തൊട്ട് 2053 ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടമാണ് ശനി. അതിനുശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് ഗുരുവിൽ ബുധൻ്റെ അപഹാരമാണ്. 24/4/2023 തൊട്ട് 30/7/2035. അതുപോലെ ഈ പറയുന്ന അപഹാരം ഗുരുവിൽ ബുധൻ്റെ അപഹാരം ജൂലൈ 30-ാം തീയതി വരെ. ഗജകേസരി യോഗത്തോടു കൂടി നിൽക്കുന്ന ഗുരുദശ അല്ലെങ്കിൽ വ്യാഴദശ നടക്കുന്നു. ഈ വ്യാഴദശ തുടങ്ങി ഇത്രയുമായിട്ടും ഇദ്ദേഹത്തിന് 2018 തുടങ്ങിയത്, ഇതിപ്പോൾ 2025. ഇത്രയുമായിട്ടും പറയത്തക്ക ഒരു നേട്ടങ്ങളോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ഉയർച്ചയോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് ജാതകവശാൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാം. വ്യക്തമായൊരു ഉത്തരമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലഗ്നം ചിന്തിക്കണം. ആ വ്യക്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥ അങ്ങേയറ്റം മോശമാണ്. അത് ഭദ്രയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ ആണ് എന്നതുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ അറിവിൻ്റെ കാരകനായ ബുധനിലേക്കാണ് ഈ പറയുന്ന 2 ഗ്രഹങ്ങൾ രാഹുവും അതുപോലെ തന്നെ ഗുളികനും ദൃഷ്ടി ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മൾ അറിവിനെ ബാധിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ ബാധിക്കാം, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കാം. അതുവഴി സ്വയം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരാം. ഇത്തരം അവസ്ഥകളൊക്കെ ഇത്തരക്കാർക്ക്. അത് ഗുളികൻ്റെ ദൃഷ്ടി തന്നെ അങ്ങേയറ്റം മോശമാണ്. അതിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കൂടി എന്ന് പറയുമ്പോൾ എരിയുന്ന തീയിലേക്ക് ഒന്നുകിൽ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ആഞ്ഞ് കാറ്റടിക്കുക എന്ന് പറയില്ലേ, ഈ 2 പ്രോസസ്സ് അവിടെ കൃത്യമായി നടക്കും. അതിനനുസരിച്ച് ഈ ആൾ ഉരുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലിയും, അതായത് കർമാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ, അതും ലഗ്നത്തിലാണ്. അതും ഈ പറഞ്ഞ പോലെ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ഏറ്റിട്ടാണ്. ഇദ്ദേഹം
പഠിച്ചതോ അല്ലെങ്കിൽ ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയിട്ടുള്ള ജോലിയോ അത്തരം മേഖലയിലൊന്നുമല്ല ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള വലിയ നിരാശയും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹം ഒരുവിധം പോസിറ്റീവായി കാര്യങ്ങളെ ചിന്തിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ ബുധൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നു, അവിടേക്ക് ഈ പറയുന്ന ഗുളികൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി, അതുപോലെ കർമാധിപൻ കൂടിയാണ് ബുധൻ, അതും ലഗ്നത്തിൽ തന്നെയാണ്, ഈ പറയുന്ന അവസ്ഥ തന്നെയാണ് അവിടെയും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങേയറ്റം വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജോലി സംബന്ധമായിട്ടായാലും അതുപോലെ തന്നെ വിവാഹകാരകനിലേക്ക് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ഗുളികൻ രാഹു പോലെയുള്ള അവസ്ഥകളുടെ ദൃഷ്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന വേർപിരിവ് അല്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ. ഇതിൽ ഡിവോഴ്സാണ് സംഭവിച്ചത്. അത് ഒരു 7-ൽ ചൊവ്വയുണ്ട്. പൊതുവേ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് 7-ൽ ചൊവ്വയാണ് എന്ന് പറയുമെങ്കിലും പ്രധാനമായിട്ടും ഈ 2 കാരണങ്ങൾ കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൃത്യമായി നമ്മൾ പറയേണ്ടതാണ്. ഇതാണ് പെട്ടെന്ന് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിന് ഈ വ്യാഴദശ തീരുന്നതിന് മുൻപ് 2034 ഓഗസ്റ്റ് 24-ാം തീയതിയാണ് ഈ വ്യാഴദശ തീരുന്നത്. വ്യാഴദശ തീരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു കാര്യമായ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടായി ജീവിതം ഒരു ട്വിസ്റ്റ് സംഭവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് അദ്ദേഹവും. പോസിറ്റീവായി തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായിട്ടും അദ്ദേഹം നെഗറ്റീവായി ചിന്തിക്കാൻ തയ്യാറല്ല. അത് വലിയൊരു ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ അത് വലിയൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു കണക്ക് കൂട്ടൽ, അതിന് വേണ്ടുന്ന ചെറിയ ചില പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ഡേ ബൈ ഡേ തന്നെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് അദ്ദേഹം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന നെഗറ്റീവ്സുമായി ബന്ധപ്പെട്ട് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടുകയും ഈ പറയുന്ന ഗജകേസരി യോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴദശ നടന്നിട്ടും അതിൻ്റെ ഒരു ഫലം പോലും ഇത്രയും വർഷം പിന്നിട്ടിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. പൊതുവെ ഈ നല്ല യോഗസ്ഥനായിട്ടൊക്കെ ഓരോ ഗ്രഹങ്ങൾ ഈ പറയുന്ന പൊസിഷൻസിലൊക്കെ നിൽക്കുമ്പോഴാണല്ലോ ഓരോ കാൽക്കുലേഷൻസ് ഉണ്ടാവുക, ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ഗജകേസരി യോഗത്തോടു കൂടി ഒരു ഗ്രഹം നിൽക്കുന്നു, അതിൻ്റെ ദശ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദശ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 5-6 കൊല്ലത്തിൽ കൂടുതലാകുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള സൈനും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിലേക്ക് അപ്പോൾ കാര്യമായി എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊരു സിമ്പിൾ ലോജിക്കല്ലേ. അതിലെ പ്രശ്നങ്ങളാണ് ഈ വിശദീകരിച്ചത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.